حسبي ربي جل الله ما في قلبي خير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله حسبي ربي جل الله ما في قلبي خير الله نور محمد صلى الله. 2018 ഡിസംബർ 30-നാണ് ഞങ്ങളെ വിവാഹം നടക്കുന്നത്. അന്ന് തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുണ്ടായാൽ മിന്നു എങ്ങനെയാണ് കുഞ്ഞിനെ നോക്കുക എന്നുള്ളത്. ഒരുപാട് ആളുകൾ ഒളിഞ്ഞും മറിഞ്ഞും നേരിട്ട് മുഖത്ത് നോക്കിയും ചോദിച്ചൊരു കാര്യമാണ്, നീ കാഴ്ചയില്ലാത്ത കുട്ടീനെ കല്യാണം കഴിച്ച് കുഞ്ഞൊക്കെ ഉണ്ടായാൽ എന്താ ഇനി ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല, കുഞ്ഞുണ്ടാവാൻ കുറച്ച് വൈകിയപ്പോൾ പോലും ആളുകൾ പറഞ്ഞു, ആ കുഞ്ഞിനൊക്കെ നോക്കാനൊന്നും ആവില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചതായിരിക്കും അല്ലേ എന്ന്. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുമെങ്കിലും ഞാൻ ഒന്നും ആരോടും പറഞ്ഞില്ല. കാഴ്ച പരിമിതിയുള്ള ആളുകളുമായിട്ട് ഞാൻ മിന്നുവിനെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് യാതൊരുവിധ ആത്മബന്ധം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആളുകളെയും എനിക്ക് ഒരുപാടൊന്നും അറിയായിരുന്നില്ല. എന്നെപ്പോലെ ഇപ്പോഴും കാഴ്ച പരിമിതിയുള്ള ആളുകളെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട്. കുറഞ്ഞ ഒരു വിഭാഗത്തിന് മാത്രമേ ഇവരെ കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ് സമൂഹത്തിൽ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് കുട്ടീനെ നോക്കാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരങ്ങൾ വരുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, നമ്മളെ വീഡിയോയിലൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടാവും ജയ്സൽ മാഷും അവരുടെ ഭാര്യ ജിലു സ്വാലിയത്ത. അപ്പോൾ ഓലിക്ക് 2 കുട്ടികളാണ്. 2 കുട്ടികളെ ഈ കാഴ്ച പരിമിതി വെച്ച് അവർ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്ചര്യം ആദ്യം തോന്നിയിരുന്നു. പിന്നെ അവരുമായിട്ട് അടുത്തപ്പോഴും അതേപോലെയുള്ള ഒരുപാട് ആളുകളെ കണ്ടപ്പോഴും ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. പക്ഷേ ഇന്നും സമൂഹത്തിൽ കാഴ്ച പരിമിതി എന്ന് പറയുമ്പോൾ അവർക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കുട്ടികളെ നോക്കാൻ പറ്റില്ല, അവർക്ക് വീട് ക്ലീനാക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറ്റില്ല എന്നുള്ള ഒരു മെസ്സേജാണുള്ളത്. അപ്പോൾ അത് നമ്മുടെ എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നല്ല കറക്റ്റ് ട്രെയിനിങ്ങിലൂടെയും അവർ അറിച്ചെടുത്ത ആ ഒരു ഉൾക്കാഴ്ചയുണ്ട്. അതിലൂടെയൊക്കെ അടിപൊളിയായിട്ട് അവർക്ക് കുട്ടികളെ നോക്കാനായാലും എന്ത് കാര്യമായാലും ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു ഉമ്മാക്ക് സ്വന്തം മോനെ നോക്കാൻ കാഴ്ചേൻ്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് പടച്ചവനൊരു ഉൾക്കാഴ്ച കൊടുക്കൂലേ. ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം മിന്നു കുഞ്ഞിനെ നോക്കുന്ന കാര്യങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കാരണം, ഇതേപോലെ കാഴ്ച പരിമിതിയുള്ള ആളുകൾ ഒരുപാടുണ്ടാവും. അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ആളുകളുടെ ഈ കളിയാക്കലായാലും, അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പുള്ള കാഴ്ച പരിമിതിയുള്ള പെൺകുട്ടികളും ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫാമിലിയിലും കുടുംബത്തിലും കാഴ്ച പരിമിതിയുള്ള മക്കളുണ്ടെങ്കിൽ അവർക്കൊന്നിനും പറ്റില്ലല്ലോ എന്ന് പറയാണ്ട് അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതും അവരെ ചേർത്ത് പിടിക്കുക. അവർക്ക് കാര്യങ്ങൾ നമ്മളെക്കാൾ അത്ര സ്പീഡായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവരെല്ലാ കാര്യങ്ങളും ചെയ്യും. അതിന് നമ്മൾ അവരെ കട്ട സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. കല്യാണത്തിന് ശേഷമാണ് മിന്നു നല്ല രീതിയിൽ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് നല്ല അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയൂ. ഞാൻ അവളെ പഠിപ്പിച്ചതാണെന്ന് പറയാൻ എനിക്ക് അത്രയും അഭിമാനമുണ്ട്. ഞാനത് പഠിച്ചു. അതിനുശേഷം അവളുടെ ഇഷ്ടത്തിന് അവൾക്ക് കുക്ക് ചെയ്യാൻ നമ്മളെ കിച്ചണിൽ എന്ത് മിസ്റ്റേക്ക് വന്നാലും വിഷയമല്ല എന്നുള്ള ആത്മധൈര്യമൊക്കെ കൊടുത്തതിൻ്റെ ബേസിൽ അവൾ അടിപൊളിയായിട്ടെല്ലാം കുക്ക് ചെയ്യും. ചെറിയ ചില ഹെൽപ്പുകൾ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അവരുടെ ഒരു സൈഡാക്കി ഇരുത്തരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും, ഇതേപോലെ മക്കളുള്ളവരോടായാലും അനിയത്തിമാരുള്ളവരോടായാലും ഒക്കെ പറയാനുള്ളത് കേട്ടോ. കുഞ്ഞിന് ഫുഡ് കൊടുക്കുമ്പോൾ ചില സമയത്ത് അവൾ സ്ഥാനം മാറിയിട്ട് കണ്ണിലേക്കോ അല്ലെ മൂക്കിൻ്റെ സൈഡിലേക്കൊക്കെ കൈയായി പോകലുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കുകയും കറക്റ്റ് വായി തന്നെ വെച്ച് കൊടുക്കാനും ഒക്കെ അവൾക്ക് സാധിക്കാറുണ്ട്. കുഞ്ഞിനെ ആദ്യമൊക്കെ കുളിപ്പിക്കാനും ഒക്കെ പേടിയായിരുന്നു. പക്ഷേ പിന്നെ കുളിപ്പിക്കുന്ന ഒരാളായിരുന്നു, അത് കണ്ട് പഠിച്ച് ഇപ്പോൾ അവൾ തന്നെ സ്വന്തമായിട്ട് വാവേനെ കുളിപ്പിക്കൂ. അവൻ എത്ര ഓടി നടന്നാലും എന്ത് വികൃതി കളിച്ചാലും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവൾ നല്ല രീതിയിൽ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. മാഷാ അല്ലാ, എല്ലാ രീതിയിലും ഹാപ്പിയാണ്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് ഇവർക്ക് സാധിക്കൂല എന്നുള്ളതും പിന്നെ മാറ്റി നിർത്തലും ഒക്കെയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് കേട്ടോ. കുറച്ച് കാലം എല്ലാവരും ഉണ്ടാവും കാക്കോ, പിന്നെ ആരും ഉണ്ടാവില്ല, നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ എന്ന് ഇടയ്ക്കോള് പറയാറുണ്ട്.
അതൊക്കെ തോന്നൽ മാത്രമാണ്. എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുക. ഡിഫറെൻ്റ്ലി ഏബിൾഡായ ഏത് മക്കൾ നിങ്ങളെ സമൂഹത്തിൽ നിങ്ങളെ പരിചയത്തിലുണ്ടെങ്കിലും അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുക കേട്ടോ.